പാടത്ത് വയ്ക്കുന്ന കോലം കൊണ്ട് മനസ്സിലായില്ലല്ലോ. ചാടിനെ പിടിക്കാനാ ഗുരുവായൂരിന്ന് തീവണ്ടിയിൽ പോകുന്നത് ഞാൻ. എവിടുന്ന്? അതായത് ഗുരുവായൂർ തീവണ്ടി തെക്ക് കോഴിക്കോട് തീവണ്ടി കയറി. അങ്ങനെ ഗുരുവായൂർ വന്നിറങ്ങി. തൃപ്രയാറ് ശ്രീരാമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹം. അങ്ങനെ ക്ഷേത്രത്തിൽ വന്ന് ഇടിച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോടെ. അത് കഴിഞ്ഞ് എനിക്കൊരു ഒന്ന് വിശ്രമിക്കുമ്പോഴാണ് പടിഞ്ഞാറ് നിന്നിട്ട് ചെണ്ടയുടെ മണം, തരിപ്പഴത്തിന്റെ വശം അങ്ങനെ ഉറക്കം വരുന്നില്ല പോലെ എനിക്ക്. അങ്ങനെ അവിടെ നടന്നു. തൃപ്രയാറിന്ന് പോകുന്ന ഒരു സെന്റർ എത്തിയപ്പോ വീണ്ടും മണം വന്നെനിക്ക് ഈ തരിപ്പണത്തിന്റെ ചെണ്ടയുടെ. അങ്ങനെ അവിടുന്ന് പടിഞ്ഞാട്ട് നടന്നു. പടിഞ്ഞാട്ട് ഈ തോക്കിന്റെ ഇടയിൽ കയറി വെടിവെക്കില്ലേ. പടിഞ്ഞാട്ട് പോന്നപ്പോഴേ അവിടെ ഒരു ബോർഡ് കണ്ടു, പുളിയംപുള്ളി നമ്പൂതിരി സഭാമഠം. എന്തെങ്കിലും ആവട്ടെ, അവിടേക്ക് പോകാൻ വെച്ചിട്ട് വന്നപ്പോ ഇവിടെ എന്തിട്ടാണ് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കരകുരാന്നൊക്കെ വിഷുമാക്കി അപ്പഴേ ഇതെന്താന്ന് മനസ്സിലായി. അത് മുത്തിന്റെ ഉപദേശന്റെ മോനത്. അത് മുത്തപ്പന്റെ കഴുത്തിലാ. അതിപ്പോ വന്നയാളുടെ ഉദ്ദേശം എന്താ? അവിടെ വന്നിട്ട് ഉദ്ദേശം പറയട്ടെ. മുത്തപ്പന് അത്യാവശ്യം ചികിത്സകളൊക്കെ അറിയാം. അവിടെ ഒരു ചികിത്സക്ക് പോയിട്ട് അവിടെ തല്ലോട്ട് പോകണം മുത്തപ്പൻ. എനിക്ക് തുറപ്പിന് കണ്ണിന് പുണ്ണിന് മുത്തപ്പന്റെ ചികിത്സയുടെ ഭാഗമാണ്. കണ്ണിന് വയ്യാത്തൊരാളുണ്ട് പാലക്കാട് വന്നിട്ടുള്ളതാ. ഇയാൾക്ക് ഒരു ചികിത്സ ഇവന് ചികിത്സല്ല വേണ്ടത്, നല്ല അടി കൊടുക്കണം. നീ കണക്കി പിടിച്ചോ. കണ്ണിന് ഉള്ള ചികിത്സ എടുത്താ കണ്ണിനാണ് ദേവര് കൊടുക്ക. ഉള്ളിയും മുളിഞ്ച വരും, കള്ളിയും കമ്മട്ടിപ്പാലും ഈ കണക്കി പിടിച്ചില്ലേ. നേരിയ മണലിന്റെ ചുണ്ണാമ്പ്, കോഴിയുടെ കൊക്കരം, വെള്ളത്തിന്റെ അളന്തര, ഇതൊക്കെ മുത്തപ്പന്റെ ചികിത്സയുടെ ഭാഗമാണ്. ഈ തിരക്ക് കൂട്ടല്ലേ പൂച്ചേരി ഞവഞ്ഞു. അത് ഒരു കുഴപ്പമില്ല മോനെ, അത് എളുപ്പമുള്ള. ഈ പൂച്ചയുടെ ഞവഞ്ഞവ് ഒരു കഴിഞ്ച് വേണം. അതെങ്ങനെ എടുക്കണമെന്നറിയോ? ഒരു പൂച്ചനെ കൂട്ടില് അട്ടിടുക. ആ ചികിത്സയുടെ മരുന്ന് വേണം എനിക്ക്. ആ പൂച്ചനെ 4 ദിവസം അടച്ചിട്ടു. അങ്ങനെ 5ാമത്തെ ദിവസം ഈ കൂടിന്റെ പുറത്ത് കുറച്ച് ഉണക്കിമീൻ എന്തെങ്കിലുമൊക്കെ ഇടുക. ഞാൻ കുത്തിയിറങ്ങലൊക്കെ വേണം കേട്ടോ. ഈ 4 ദിവസത്തെ വിശ്രാന്തി കൊണ്ട് ഒന്നും കൂട്ടി വന്നത് ഇങ്ങനെ കഴിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ ഈ പൂച്ചയുടെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഞോള വരും. ഇതിലേ വരും. അതൊരു കഴിച്ചു വേണം. അത് നീ തിരക്കൂട്ടല്ലേ പറഞ്ഞു. ഇതുവരെ പിടിച്ചിട്ട് അപ്പൊ എന്താ മേടിച്ചു പിടിക്കട്ടാ.
ഈ ആൾക്ക് കണ്ണിന് സുഖമില്ലാത്ത ആളാണ്. ആ, കണ്ണിന് ഇതാ ആള്. ചികിത്സയുടെ ഭാഗം ഇട്ടത് ഇവന്റെ തെക്ക് കൊടുത്ത് ഇങ്ങനെ കിടക്ക്, തന്നെ, തന്നെ. കിടക്ക്, കിടക്ക്. കിടക്ക്, കിടക്ക്. അങ്ങനെ, അങ്ങനെ, അങ്ങനെ കിടക്ക്. ആ. അതന്നെ, അതിന് കിടക്ക്, കിടക്ക്. ഈ രണ്ട് കണ്ണാട്ടാ. 4 കുറ്റിയാണ്. 4 കുറ്റിയാണോ? അതെന്തിനാ? അതെ മുത്തപ്പന്റെ പുതിയ ചികിത്സയില്ല. കുറ്റിയോട് ചികിത്സയുടെ ഭാഗമായിട്ട് കാലും കൈയിട്ട് പിടപ്പിക്കും. മനസ്സിലായില്ല? അപ്പൊ അത് പിടപ്പിക്കാണ്ടെങ്കിൽ 4 കുറ്റികൾ മനസ്സിലാക്കും. കൈയും കാലും കെട്ടിയാണ്. അങ്ങനെ ഈ പൂച്ചയുടെ ഞൗര്യവും എല്ലാം കൂടി മുത്തപ്പന്റെ എല്ലാം മരുന്ന് കൂടി കുറച്ചൊരു ഒരു ഉരുളിയിലേക്ക് ഇത് യുളിയാണ് യുളിക. ആ നീ പോയി പറ്റിയ അതൊരു ഉണ്ടാവും. വേറൊരു യുളിക വേറെ സൈസ് ഉണ്ട്, അതും വേറൊരു ഉണ്ടാവും. അങ്ങനെ ഈ സുഖമില്ലാത്ത ആളുടെ മുത്തപ്പന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ചവിട്ടി എടുക്കുമ്പോ കാലഘട്ടം പഠിപ്പിക്കും. അങ്ങനെ മുത്തപ്പൻ എന്ത് ചെയ്യുന്നറിയാം? അത് പിടിക്കണം മോനെ. ചികിത്സയുടെ ഭാഗമായിട്ട് മുത്തപ്പൻ ഇവന്റെ പേടിക്കില്ല, പേടിക്കില്ല. ഇങ്ങനെ ഇരുന്ന് മുത്തപ്പൻ ആ യൂണിക പാത്രം എടുത്തിട്ട് ഇതാണ് മുത്തപ്പൻ ഈ ആളുടെ സുഖമില്ലാത്ത കണ്ണ് ഇതിട്ട് മുട്ടുവേദന മാറാൻ വല്ല വഴിയില്ല. എന്റെ കാലൊരെണ്ണം ഭയങ്കര വേദനയുണ്ട്. ആ കാലിന് വേറെ പാട്ടത്തിലായി പാട്ടും കഥ പാട്ടൊക്കെ അറിയണം. അതായിട്ട് പാട്ട് പാടിയാ പാടിക്കാം. അതെ അപ്പൊ മുത്തപ്പൻ ആ ചികിത്സ കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞേ വരും. ഇവന്റെ ആഴ്ചക്കുള്ളതില്ല. അതെ പാട്ട് മുത്തപ്പനും മറന്നിടാണ്. മുത്തപ്പനൊരു കാര്യം ചെയ്യും. നമ്പൂതിരി സമാമത്തില് മഠാധിപതിനെ കണ്ടുപോവാം. ഓങ്ങാത്തില് പഠിച്ചു പോക്കാം. കിട്ടുന്നത് മേടിക്കാം. തല്ലു മേടിക്കരുതിട്ടാ, തല്ലു മേടിക്കരുത്. ഓങ്ങാത്തിനല്ലേ ഹോസ്പിറ്റലിൽ പോക്കാം. സ്വാമി എവിടെയൊന്ന് കണ്ടിട്ട് പോവാം. സ്വാമി എവിടെയുണ്ട്? പോയാ മതി. പാട്ട് പാടി പോക്കാം. സ്വാമി ഇവിടെ ഉണ്ട്. ബസ് ബസ് മേടിച്ചോ? മുത്തപ്പന് ഓട്ടോയില് പോണ പോലെ സ്വാമിയോട് ചോദിക്കുന്നത്. ഒരു പാട്ട് പാടിട്ട് പോവാം. തന്നെ എന്റെ ഒരു ഇതുണ്ട് സമ്മതം ഈ കാട്ടൂര് ഇടിച്ചക്ക് തന്നെ തനാ തന്നെ ഓട്ടോക്ക് കാശ് അന്നെ കയ്യിൽ പിടിച്ചാൽ ഇനി കാണുമ്പോ കൂടുമ്പോ കൂടാ. ഇല്ല പോന്നു മരുന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത മരുന്നൊക്കെ. രണ്ടുപേരും പാട്ട് പാടിക്കും സ്വാമിയുടെ അടുത്ത്. മുറുക്കാന് വീട്ടിലൊക്കെ പഠിച്ചാ പോഞ്ചി കിട്ടും ചിലപ്പോ. സ്വാമിക്ക് രണ്ടുപേരും പാട്ട് പാടി കൊടുത്താൽ മതി. മുത്തപ്പൻ പോട്ട സമയം ഈ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വയസ്സായി അതാണ്. അപ്പൊ മുത്തപ്പൻ പോട്ടല്ല സ്വാമി വരേണ്ട നേരം തോന്നുന്നില്ല. അതെ അവിടെ പോയി തൊഴുതിട്ട് പോക്കാം. ഇങ്ങോട്ട് പോന്നോട്ടാ. അവിടെ പോയി കഴിഞ്ഞാലേ ആ വഴി ബാക്കി കൂടെ പോക്കോ. കൂടെ ഇതിലെ പോ നല്ലത്. കണ്ണിന് ചികിത്സ കൊടുത്തോലേ കിട്ടണ്ടാവും. പിടിച്ചിട്ടുണ്ട്.